അല്ലാഹുവേ, ഞങ്ങൾ ഓരോരുത്തരുമായി ബന്ധപ്പെട്ട മുഅ്മിനെ മുഅ്മിനാത്തുകൾക്ക് നിന്റെ സ്വർഗത്തിൽ ഒരിടം നൽകണേ അല്ലാഹ്. മരണപ്പെട്ടവർക്ക് നൽകണേ റബ്ബേ. ദീനിന്റെ ഖാദിമീങ്ങൾക്ക് നൽകണേ റബ്ബേ. ബഹുമാനപ്പെട്ട സമസ്തകളെ ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത മഹല്ലുകളിൽ മദ്രസകളും പള്ളികളും ദീനീ സ്ഥാപനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന മഹല്ലുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഉമറാക്കളുണ്ട് റബ്ബേ. അല്ലാഹുവേ, അനുഗ്രഹിക്കണമേ. അവഗൈറ ദാലിക യാ റബീഅ, വുദൂഇന്റെ വെള്ളം കൊണ്ടുകൊടുത്ത റബീഅ തങ്ങളോട് തങ്ങളെന്ന് ചോദിച്ചിട്ടുണ്ട്. റബീഅ, സ്വർഗത്തിൽ എൻ്റെ കൂടെ എന്നതിന് പകരം വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ലാ യാ റസൂലല്ലാഹ്, ഇല്ല നബിയേ, എനിക്ക് അത് മതി. അതിനാണ് ഹബീബായ തങ്ങൾ മറുപടി കൊടുത്തത്, യാ റബീഅ അഇന്നി അലാ ദാലിക ബികഥറത്തി സുജൂദ് ഫഅഇന്നി അലാ ദാലിക ബികഥറത്തി സുജൂദ്. സ്വർഗത്തിൽ എൻ്റെ കൂടെ ഒരു ഇടം ഞാൻ അങ്ങേക്ക് തരാം. ഒരു ചെറിയ കാര്യം നിങ്ങൾ എന്നെ സഹായിക്കണം. ഫഅഇന്നി അലാ ദാലിക ബികഥറത്തി സുജൂദ്. നെറ്റിത്തടം മുസല്ലയിൽ വെച്ച് അല്ലാഹുവിന് ചെയ്യുന്ന സുജൂദ്, സുന്നത്തായ നിസ്കാരങ്ങള് ധാരാളം വർദ്ധിപ്പിക്കണമേ റബീഅ. നിങ്ങളുടെ ഈ ഉദ്ദേശം സാധ്യമാകാൻ അത് വളരെ അനുയുക്തമാണ്. നിങ്ങൾക്കത് എളുപ്പമാക്കി തരും. അതുകൊണ്ട് സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണമേ എന്ന് റബീഅ തങ്ങളോട് പറയുന്ന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങൾ ഹബീബായ നബി തങ്ങളെ കാണുന്നത് അങ്ങനെയാണ്. ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ളവർ, സങ്കടങ്ങൾ ബോധിപ്പിക്കാനുള്ളവർ, ശിക്വയും ശിക്കായത്തും ബോധിപ്പിക്കാനുള്ളവർ. ഹബീബായ തങ്ങളോടല്ലാതെ സ്വഹാബികൾക്ക്, മുഅ്മിനീങ്ങൾക്ക് ആരോടാണ് ഈ ഭാരം ഇറക്കി വെക്കാൻ കഴിയുന്നത്? ഉമ്മത്തിന്റെ ഷഫീഅ അല്ലയോ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ മഹ്ശറയിൽ വിചാരണയ്ക്ക് വേണ്ടി ഹബീബ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണയ്ക്ക് നിർത്തുമ്പോൾ പുണ്യ നബിയെ തവസ്സുൽ ചെയ്യാൻ സർവ മുഅ്മിനും നിർബന്ധിതനാണ്. ദുനിയാവിൽ പോലും ഹബീബിനെ തവസ്സുൽ ചെയ്തിട്ടില്ലാത്തവർ ഹബീബായ നബി തങ്ങളെ ഇടതേടി അല്ലാഹുവിനോട് ചോദിക്കേണ്ടി വരും. ഹബീബിനോട്, പുണ്യ നബി തങ്ങളോട് ശിക്കായത്ത് പറയേണ്ടി വരും. ഹബീബേ, അല്ലാഹുവിനോട് പറയണേ ഒന്ന് വിചാരണ തുടങ്ങാൻ. ഹബീബേ, അല്ലാഹുവിനോട് പറയണേ വിചാരണ തുടങ്ങാൻ. എല്ലാ മുഅ്മിനീങ്ങളും അമ്പിയാക്കളുടെ പിന്നാലെ ഓടുന്ന ദിവസമാണത്. ഒന്ന് റബ്ബിനോട് പറയണേ എന്ന് ഹബീബിനോട് ഇടതേടേണ്ട ഒരവസ്ഥയിലേക്ക് ദുന്യാവിൽ ഇടതേടാത്തവർ പോലും എത്തിപ്പെടും നാളെ. ഹബീബായ നബി തങ്ങൾ അനശ്ശാഫിഉൽ മുശഫ്ഫഅ, ഞാൻ ശുപാർശ ചെയ്യുന്നവരാണ്, എൻ്റെ ശുപാർശ അല്ലാഹു സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫയഹ്മിദുല്ലാഹ ബിമഹാമിദ, ഒരിക്കലും ഒരു പ്രവാചകനും അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടില്ലാത്ത ഹംദുകൾ അല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് സുജൂദിൽ വീഴുന്നത്. യാ മുഹമ്മദു ഇർഫഅ റഅസക് സൽ തുഅത വശ്ഫഅ തുശഫഅ എന്ന് ആരോടാണോ പറയപ്പെടുന്നത്, നബിയെ തല ഉയർത്തുക, ചോദിച്ചോളൂ, അങ്ങേക്ക് നൽകപ്പെടും. ആർക്ക് വേണ്ടിയാണോ ശുപാർശ പറയേണ്ടത് അങ്ങ് പറഞ്ഞോളൂ, ആ ശുപാർശ ഇവിടെ സ്വീകരിക്കപ്പെടുമെന്ന് ആരോട് പറയപ്പെടുമോ ആ ഹബീബാണ് നമ്മുടെ യജമാനരും സയ്യിദുമായ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാഖൻ നബിയ്യീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഭാവ ഗുണങ്ങൾ, അവിടുത്തെ ശാരീരിക വർണ്ണനകൾ, ഷമായിൽ, പുണ്യനിബിതങ്ങളുടെ ഈ ഉമ്മത്തിനോടുള്ള റഹ്മത്ത്, ഹബീബിൻ നമ്മളോട് കാണിച്ച ഷഫഖത്ത്, ഇതിനൊക്കെ പകരം എന്താ നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയാം? നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് പോലും സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന സ്വലാത്ത് പോലും
പുണ്യ നബിയോട് ഈ ഉമ്മത്ത് കടപ്പെട്ടിരിക്കുന്ന ശുക്ർ കൊടുക്കൽ മാത്രമാണ്. നമ്മുടെ പ്രാർത്ഥനയല്ല, പ്രാർത്ഥനയാണ് അതിൻ്റെ സ്വീക പ്രാർത്ഥനയാണ്. പക്ഷേ അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് പ്രാർത്ഥനയല്ല. എന്തേ? നമ്മുടെ ശുപാർശയൊന്നും വേണ്ട. പുണ്യ നബിക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യാൻ, നമുക്ക് ഹബീബുമായി ബന്ധിക്കാനുള്ള ഒരു പാലം പണിഞ്ഞതാണ് ഹബീബിൻ്റെ മേൽ സ്വലാത്ത് ചെല്ലുന്നത്. പുണ്യനബി തങ്ങളെ മനസ്സുകൊണ്ട് ഹബീബിൻ്റെയൊക്കെ പുണ്യനബി തങ്ങളിലേക്ക് മനസ്സുകൊണ്ട് ചേർന്ന് നിൽക്കുന്നത്. അള്ളാഹു നമ്മുടെ ഖൽബുകളെ ആ ഒരു ആത്മീയ ബാന്ധവത്തിലായി അള്ളാഹു സംരക്ഷണം നൽകി നിർത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങൾ തമ്മിൽ റൂഹാനിയായൊരു ബന്ധമുണ്ട്, ആത്മാക്കൾ തമ്മിലുള്ള ബന്ധമുണ്ട്. ആ ബന്ധം നമ്മുടെ നാടോ ജില്ലയോ സംസ്ഥാനമോ ഭാഷയോ ഒരുപക്ഷെ ആശയ വ്യത്യാസങ്ങളോ മറികടന്നുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനൊരു ഈമാനിക ബന്ധമുണ്ട് മുഅ്മിനീങ്ങൾക്ക്. അത് ജീവിച്ചിരിക്കുന്നതിനേക്കാളും വലിയ ബന്ധമാണ് മരിച്ചവരുമായിട്ട്. മരിച്ചവരുടെ ലോകം റൂഹ് സ്വതന്ത്രമാകുന്ന ഒരു ലോകമാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ്റെ റൂഹും തമ്മിലുള്ള ബന്ധത്തിന് ദൂരം കുറയും. ജീവിച്ചിരിക്കുന്ന ഒരാളെ നമ്മൾ ചെന്ന് കാണണം, സമയമെടുക്കും. നമ്മുടെ ശരീരത്തിനകത്ത് റൂഹ് കിടക്കുന്നത് കൊണ്ട് റൂഹിന് നിയന്ത്രണങ്ങളുണ്ട്. നമ്മൾ അകലുമ്പോൾ വിചാരിക്കും നമ്മൾ അകന്നു എന്ന്. സത്യത്തിൽ ആത്മാവുകൾക്ക് അകൽച്ചയില്ല. നമ്മൾ ജീവിച്ചിരിക്കുന്നവരെ സന്ദർശിക്കുകയാണെങ്കിലും മരിച്ചു കിടക്കുന്ന മഹാന്മാരെ പോയി സന്ദർശിക്കുകയാണെങ്കിലും ആ ബന്ധങ്ങളൊക്കെ ഈമാനിൻ്റെ ഉറവിടമായ മുത്തുനിബിതങ്ങളോടുള്ള ബന്ധമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ റൂഹുമായി നമുക്ക് ബന്ധിക്കാൻ സാധിക്കുന്ന ബന്ധം അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ഓരോ സ്വലാത്തും ആ ബന്ധത്തെ ഏറ്റവും കനപ്പെട്ട ബന്ധമാക്കി മാറ്റുകയാണ് വേണ്ടത്. ആ സ്വലാത്തുകൾ പുണ്യനബി തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ അടുത്ത് നാളെ സ്വർഗലോകത്തടുത്തിരിക്കാൻ ഭാഗ്യമുള്ളവർ അക്തറുക്കും അലയ്യ സ്വലാത്ത, നിങ്ങളിൽ ആരാണോ എൻ്റെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നത് അവരാണ് എന്ന് പറയുമ്പോൾ ആ സ്നേഹബന്ധം നമുക്ക് ഹബീബിനെ കാണാൻ കഴിഞ്ഞില്ല. ഹബീബിൻ്റെ ഒരു സദസ്സിൽ പോയിരുന്ന് ഹബീബിനെ നേരിട്ട് കേൾക്കാൻ പറ്റിയിട്ടില്ല. പുണ്യനബിയെ തങ്ങളെ ഒന്ന് കൈപിടിക്കാൻ പറ്റിയിട്ടില്ല. അവിടുത്തെ ഒന്ന് കണ്ണു നിറയാനായിട്ടില്ല. പക്ഷേ ഈ സ്വലാത്തിൻ്റെ ബന്ധം കൊണ്ട് മുഅ്മിനീങ്ങളെ ഹബീബുമായി അല്ലാഹ് മുഹമ്മദ് ഞാൻ നബിയായി വരുന്നതിൻ്റെ മുമ്പ് മക്കയിലൂടെ നടന്നു പോകുമ്പോൾ പാറക്കല്ലുകളുള്ള മലയിലൂടെ നടന്നു പോകുമ്പോൾ പാറക്കല്ലുകളുള്ള മലകളുള്ള മക്കയിൽ ഒരു വലിയ പാറക്കഷ്ണം എനിക്ക് കണ്ടാൽ അറിയും, അലിയേ കാനത്തു സല്ലിമു അലയ്യ, അതെന്നോട് പറയുമായിരുന്നു അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലായവരെ അങ്ങേക്ക് അല്ലാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് റസൂലാകുന്നതിൻ്റെ മുമ്പ് യാ റസൂലല്ലാഹ് എന്നൊരു ശബ്ദം ഒരു പാറക്കഷ്ണത്തിൽ നിന്ന് ഞാൻ കേൾക്കുമായിരുന്നു. അലിയേ, നിങ്ങൾ എൻ്റെ കൂടെ വരുമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമായിരുന്നു എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ആ ഒരു കല്ലിൻ കഷ്ണം ഹബീബിനോട് കാണിക്കുന്ന അനുരാഗം നോക്കൂ. വിശുദ്ധമായ ജബൽ ഉഹദ്, ഹാദിഹി ത്വാബതു വഹാദാ ജബൽ യുഹിബ്ബുനാ വനുഹിബ്ബുഹു, മദീനയെ നോക്കി തങ്ങൾ പറയുമായിരുന്നു ഇത് ത്വയ്ബയാണ്, ഇത് ത്വാബയാണ്. മദീനക്ക് ത്വാബ എന്ന പേരുണ്ട്, ത്വയ്ബ എന്നും പേരുണ്ട്. ഇത് ത്വാബയാണ്. വഹാദാ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു, ഈ പർവ്വതം ഉഹദ് നമ്മളെ സ്നേഹിക്കുന്ന മലയാണ്. ഈ മലയോട് നമുക്കും സ്നേഹമുണ്ട് എന്ന് ഒരു പർവ്വതത്തോട് നോക്കി മദീനയിൽ കിടക്കുന്ന ജബൽ ഉഹദിലേക്ക് നോക്കി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലയോ? ആ മലയുടെ മുകളിൽ ഹബീബാ നബി തങ്ങളും സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും ഉസ്മാൻ എന്നവരും 4 പേര് ജബൽ ഉഹദിന്റെ മുകളിലൂടെ നടക്കുമ്പോൾ ഇർതജഫത്, ഉഹദ് മല ഒന്ന് വിറങ്ങലിച്ചിട്ടുണ്ട്. ഒരൽപ്പം ആനന്ദം കൊണ്ട് വിറച്ചു പോയിട്ടുണ്ട്, സന്തോഷം കൊണ്ട് വിറച്ചു എന്നാ പറയാ. ആ സമയത്ത് പുണ്യനബി തങ്ങൾ കാലുകൊണ്ട് ചവിട്ടിയില്ലയോ? ഉസ്ബുത് യാ ഉഹദ്, ഉഹദേ അനങ്ങാതിരിക്കൂ, ഫഇന്നമാ അലൈക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാൻ,
ഉഹുദേ, നിന്റെ മീതെ കയറി നിൽക്കുന്നത് നബിയാണ്, സിദ്ദീഖ് എന്നവരാണ്, 2 ശുഹദാക്കളുമാണ്. ആരാ 2 ശുഹദാക്കൾ? ഉമർ എന്നവരും ഉസ്മാൻ എന്നവരും. നടക്കാൻ പോകുന്ന സംഭവം പുണ്യനബി തങ്ങൾ കാലത്തെ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹുദ് ഇങ്ങനെ വിറങ്ങലിച്ചത് ലിമഹബ്ബത്തിൻ നബി, പുണ്യനബി തങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് ഹദീസ് പണ്ഡിതന്മാർ. ഇത് മഹബ്ബത്താണ്. 5 നേരം നിസ്കരിക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, നോമ്പ് നോൽക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മഹബ്ബത്ത് കൂടെയില്ലെങ്കിൽ ആ മനുഷ്യൻ റഅഫത്തില്ലാതെ, ആർദ്രതയില്ലാതെ വരണ്ട ഒരു മനസ്സിൻ്റെ ഉടമയായി മാറുകയാണ്. സ്നേഹത്തോടുകൂടെ ഇതൊക്കെ ചെയ്യുന്നവർ മഹബ്ബത്തൻ ലില്ലാ. നിസ്കരിക്കുന്നവരെ സംബന്ധിച്ച് മഹാന്മാർ പറഞ്ഞു 4 തരത്തിൽ നിസ്കാരക്കാരുണ്ട്. ഒന്ന്, വുളൂവും നിസ്കാരത്തിൻ്റെ ഷർത്തുകളും ഫർളുകളും റുക്കുനുകളും സുന്നത്തുകളും ഒക്കെ കറക്റ്റ് ചെയ്യാതെ, മനസ്സുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാതെ നിസ്കരിക്കുന്നവർ, അവർക്ക് ശിക്ഷയുണ്ടെന്നാണ്. പിന്നെ ഷർത്തും ഫർളും റുക്കുനും നിസ്കാരത്തിൻ്റെ സ്ട്രക്ചർ വളരെ മനോഹരമാണ്. മനസ്സുകൊണ്ട് പിശാച്ചിൻ്റെ ചിന്തകൾ ഇങ്ങനെ വരുമ്പോൾ പിശാച്ചിൻ്റെ ചിന്തകളെ തട്ടിമാറ്റുക മാത്രമാണ് ചെയ്യുന്നത്. നല്ലത് ചിന്തിക്കാൻ നേരം കിട്ടുന്നില്ല. പിശാച്ചിൻ്റെ ചിന്തകൾ അള്ളാഹുലേക്ക് അടുക്കുന്ന നിസ്കാരക്കാരൻ ആരാണ്? ഹൃദയം കൊണ്ട്, ഖൽബ് കൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് മാത്രം, ആ ഖൽബിൽ മലീഉൻ ബിമഹബ്ബതിഹി വഅളമതിഹി, അള്ളാഹുവിൻ്റെ മഹത്വവും അള്ളാഹുവിനോടുള്ള സ്നേഹവും നിറഞ്ഞ ഖൽബുമായിട്ട് റബ്ബിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നവർ. വസ്വാസ് വരുന്നില്ല, ഖൽബ് നിറയെ അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്, അള്ളാഹുവിനോടുള്ള ബഹുമാനമാണ്. ഇത് രണ്ടും മനസ്സിൽ നിറയെ കൊണ്ടുവന്ന് നിസ്കരിക്കുന്ന ഒരാളുടെ നിസ്കാരം കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റുള്ളൂ. മറ്റേതൊക്കെ കൂലി വാങ്ങിപ്പോരാ, അടുപ്പം കിട്ടൂല. മുഖറബുൻ ഇലൈ, അള്ളാഹുലേക്ക് അടുക്കണമെങ്കിൽ ഖൽബിൽ ഈ സ്നേഹം നിറയണമെന്നാണ് പറഞ്ഞത്. അള്ളാഹു നമ്മുടെ നിസ്കാരങ്ങളൊക്കെ സ്വീകരിക്കുന്നതാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ. ആകെ ഒരു 3 മിനിറ്റ്, മാക്സിമം 4 മിനിറ്റിൻ്റെ കഥയാണ് ഈ പറയണത്. ആ ഒരു 3-4 മിനിറ്റ് മുഴുവനായും ഖൽബ് കൊണ്ട് അള്ളാഹുവിനോടുള്ള സ്നേഹം കാണിച്ചുകൊണ്ട് നിസ്കരിക്കുകയാണ്.